രാധേ രാധേ. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ഒരു ഭക്തൻ നന്നായി പുല്ലാങ്കുഴൽ വായിക്കും. അവൻ ഗംഗയുടെ അപ്പുറത്താണ് താമസം. അവനെ കാണാനും ഓടക്കുഴൽ വായന കേൾക്കാനുമായി ശ്രീരാമകൃഷ്ണ പരമഹംസരും കുറെ ശിഷ്യന്മാരും കൂടി ബോട്ടിൽ ഗംഗയിലൂടെ പോവുകയാണ്. ഗംഗയുടെ നടുക്കെത്തിയപ്പോൾ ശ്രീരാമകൃഷ്ണ പരമഹംസർ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നിലവിളിക്കാൻ തുടങ്ങി. എന്നെ അടിക്കരുതേ, അയ്യോ എന്നെ അടിക്കരുതേ, എനിക്ക് നോവുന്നേ, എന്നെ കൊല്ലല്ലേ. അപ്പൊ ശിഷ്യന്മാരമ്പരന്നു. കാരണം അവിടെങ്ങും ആരും അടിക്കുന്നില്ല. ശിഷ്യന്മാര് പറഞ്ഞു, അങ്ങേ ആരും അടിക്കുന്നില്ല, ഞങ്ങൾ ആരെയും കാണുന്നില്ല. അയ്യോ എന്നെ അടിക്കരുതേ, എനിക്ക് നോവുന്നേ, എന്നെ അടിക്കരുതേ. അങ്ങനെ ബോട്ട് മറുകരയിലെത്തിയപ്പോൾ അവർ കണ്ടു, ഈ പുല്ലാങ്കുഴൽ വായന ആരുടെ പുല്ലാങ്കുഴൽ വായനയാണോ കേൾക്കാൻ പോയത്, അയാൾ ഹിന്ദു സമൂഹത്തിലെ തൊട്ടുകൂടാത്ത ഒരു ശൂദ്രനാണ്. അവനെ അവൻ്റെ യജമാനൻ ചൂരൽ കൊണ്ട് മുഴുവനും ആട്ടിച്ചു പൊളിച്ചയാൾ കമന്ന് കിടക്കുകയാണ്. ശിഷ്യന്മാര് പെട്ടെന്ന് ശ്രീരാമകൃഷ്ണ ദേവന്റെ ഉടുപ്പൂരി മാറ്റിയപ്പോൾ ആ അടി കൊണ്ട മനുഷ്യന്റെ ദേഹത്തെ അതേ പാടുകള്, അതുപോലെ ചോര കിനിഞ്ഞു കിടക്കുകയാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസൻ തൻ്റെ ഭക്തനേറ്റ അടി തന്നിലേക്കും കൂടെ ഏറ്റുവാങ്ങി. അതെ, സ്വാമി വിവേകാനന്ദന്റെ ഗുരു ശ്രീരാമകൃഷ്ണ പരമഹംസൻ സത്യത്തിൽ ഒരു ദൈവം തന്നെയാണ്.